കൊല്ലത്തെ കാട്ടാക്കടയിലുള്ള മമൽ ഹോസ്പിറ്റലിൽ 2.5 വയസ്സുകാരിക്ക് ജീവൻ നഷ്ടമായ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. അസ്വാഭാവിക മരണത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ചികിത്സാ പിഴവാണ് കുട്ടിയുടെ മരണകാരണമെന്ന് ബന്ധുക്കളുടെ പരാതിക്ക് പിന്നാലെയാണ് പോലീസ് നടപടി. ആരോപണം നിഷേധിച്ച ആശുപത്രി അധികൃതർ രംഗത്തെത്തി. ആര്യനാട് ചക്കിപ്പാറ സ്വദേശി സിദ്ദിഖിന്റെ 2.5 വയസ്സുള്ള കുഞ്ഞ് ഐഷ ഫാത്തിമയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. ഇതിനു പിന്നാലെയാണ് ആശുപത്രിക്കെതിരെ ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയത്. നമുക്ക് ഹാർട്ട് ബീറ്റ് കൂടുതലുള്ളതുകൊണ്ട് ആശുപത്രി കാണിക്കാൻ കൊണ്ടുപോയി. നേരത്തെ അവിടെ തന്നിരുന്ന ഈ ബോട്ടിൽ യൂറിനും എടുത്ത് ബ്ലഡും ടെസ്റ്റ് ചെയ്ത് അവിടെ കാണിച്ചു. എന്നിട്ട് നേരെ അരുൺ ഭാര്യ എന്ന് പറഞ്ഞ ഡോക്ടറിൻ്റെ OP-യിൽ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മോൾക്ക് ശ്വാസം മുട്ടൽ കൊണ്ട് ആവി എടുക്കണം, വേറെ മരുന്ന് വയ്ക്കണമെന്ന് പറഞ്ഞു. കൈൻ്റെ ഈ 2 സൈഡിൽ 2 ഇഞ്ചക്ഷൻ എടുത്തു. ആ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ എൻ്റെ മോള് ചീറി ഇങ്ങനെ കോണിപ്പറ്റി ശ്വാസം കിട്ടാതെ 3-4 പ്രാവശ്യം ഇങ്ങനെ ഇളുത്തിട്ട് അവളവിടെ കുഴഞ്ഞ് വീഴുകയാണ് ചെയ്തത്. ശ്വാസതടസ്സവും മുഖത്തെ നീരും കാരണമാണ് കഴിഞ്ഞ ദിവസം രാവിലെ കുഞ്ഞിനെ കാട്ടാക്കട സ്വകാര്യ ആശുപത്രിയായിട്ടുള്ള മമൽ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ശ്വാസതടസ്സത്തിന് ആവി പിടിക്കുകയും ഓക്സിജൻ കൊടുക്കുകയും ചെയ്ത ശേഷം കയ്യിൽ 2 ഇഞ്ചക്ഷൻ എടുത്തു. ഇതോടെ കുഞ്ഞിന് അസുഖം മൂർച്ഛിക്കുകയായിരുന്നു എന്നാണ് കുടുംബത്തിന്റെ പരാതി. എന്നാൽ കുടുംബത്തിന്റെ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് ആശുപത്രി അധികൃതർ. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി മോശമായിരുന്നുവെന്നാണ് വിശദീകരണം. ഭയങ്കര ശ്വാസമുട്ടലായതിനാൽ നെബുലൈസ് ചെയ്തിട്ട് വിടാൻ പറഞ്ഞു. അങ്ങനെ നെബുലൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കൊളാപ്സ് ആവുകയും എക്സ്റേ എടുത്തു, പിന്നെ മെഡിസിനൊക്കെ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചികിത്സാ പിഴവ് നമ്മുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല എന്ന് തന്നെയാണ് നമ്മുടെ ഉറച്ച വിശ്വാസം. ആര്യനാട് പോലീസിന്റെയും തഹസിൽദാറിന്റെയും സാന്നിധ്യത്തിൽ കുട്ടിയുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. അതിനുശേഷം മാത്രമായിരിക്കും മരണകാരണം വ്യക്തമാവുക. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.